ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് CSK ടീമിനെ സംബന്ധിക്കുന്നതാണ്. CSK ആദ്യ 2 കളി ജയിച്ചു, എന്നാൽ ഇപ്പോൾ അവസാനത്തെ 2 കളി തോറ്റിരിക്കുകയാണ്. ഋതുരാജ് മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ സീസൺ വരെ ഋതുരാജ് മികച്ച ബാറ്ററായിരുന്നു, എന്നാൽ ക്യാപ്റ്റൻസി ഏറ്റെടുത്തപ്പോൾ ഋതുരാജിന്റെ ഫോം നഷ്ടമായി. കഴിഞ്ഞ വർഷം ജഡേജ ക്യാപ്റ്റനായപ്പോൾ ജഡേജയും ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. ക്യാപ്റ്റൻസി പ്രഷർ അത്രയ്ക്കുമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ CSK ടീമിൽ വീണ്ടും ഒരു ക്യാപ്റ്റൻസി മാറ്റം വരാൻ പോവുകയാണ്. ഋതുരാജിന് ക്യാപ്റ്റൻസി സമ്മർദ്ദം കാരണം കളിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് താരത്തിന് ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഋതുരാജ് ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറിയാൽ ധോണിയായിരിക്കും CSKയുടെ അടുത്ത ക്യാപ്റ്റൻ. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. രാജസ്ഥാൻ മികച്ച കളിയാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. കളിച്ച 3 മാച്ചിലും ജയിച്ചിരിക്കുകയാണ്. എങ്കിലും രാജസ്ഥാൻ്റെ ഓപ്പണിംഗ് ഫ്ലോപ്പാണ്. ബട്ട്ലർ 3 കളിയിലും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ രാജസ്ഥാൻ ടീമിൽ പുതിയൊരു താരം എത്തിയിരിക്കുകയാണ്. ബട്ട്ലർക്ക് പകരം ഈ ഒരു താരത്തെ ഇനി ഓപ്പണിംഗിൽ ഇറക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് മറ്റാരുമല്ല, ടോം കോഹ്ലർ കാഡ്മോർ മികച്ച പ്രകടനമാണ് പ്രാക്ടീസിൽ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് നാളത്തെ മാച്ചിൽ ചിലപ്പോൾ ഇദ്ദേഹം ഇറങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബട്ട്ലർ പുറത്തായിരിക്കും. കാഡ്മോർ ഓപ്പണിംഗിൽ ഇറങ്ങിയാൽ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുക്കുമെന്നത് ഉറപ്പാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബുംറയുമായി ബന്ധപ്പെട്ടതാണ്. ബുംറയും ഹാർദിക്കും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല. 2 പേരും തമ്മിൽ തർക്കമുണ്ട്. സാധാരണ രോഹിത് ശർമ്മ ക്യാപ്റ്റനാകുമ്പോൾ ബുംറയ്ക്കാണ് ആദ്യം ബോൾ കൊടുക്കാറ്. ബുംറയെ അവരുടെ തുറുപ്പുചീട്ടായിട്ടാണ് ഉപയോഗിക്കാറ്. എന്നാൽ ഇപ്പോൾ പാണ്ഡ്യ അങ്ങനെയല്ല, ബുംറയ്ക്ക് ഓവർ കൊടുക്കുന്നില്ല. ഇതിനെതിരെ ബുംറയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കളിക്കളത്തിൽ പാണ്ഡ്യയും ബുംറയും തമ്മിൽ തല്ലായത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ബുംറ മുംബൈ ടീം വിട്ട് പോകുമെന്ന അപ്ഡേറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത വർഷം മെഗാ ഓപ്ഷനാണ്. ഈ ലേലത്തിൽ ബുംറ വേറെ ടീമിലേക്ക് ചേക്കേറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ ഇനി ബുംറ കളിക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ബുംറയുടെ ഇത് അവസാന സീസൺ ആയിരിക്കും. ഇനിയൊരു പക്ഷേ ബുംറയെ നമുക്ക് മുംബൈ ടീമിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.